എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഇത് സംഭവിക്കുന്നു? അതായത് നരേന്ദ്രമോദി എങ്ങനെ ഇവരുടെ ശത്രുവായി മാറും? കാരണം അത് പറയണമെങ്കിൽ ആദ്യം ഇൻഫർമേഷൻ വാർ എന്താണ് എന്ന് പറയണം. ഇൻഫർമേഷൻ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, പാർട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഫേക്ക് ഇൻഫർമേഷൻ, ഇതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാർഗറ്റഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചിന്താധാര വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ഒരു നോഷൻ വളർത്തിക്കൊണ്ടുകൊടുക്കുക. അതായത് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അയാൾക്കെതിരെയും ഉണ്ടാക്കിയെടുക്കുക. അതെ, അതിപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലാവണമെന്നില്ല, അത് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലാവണമെന്നില്ല, ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലാവാം, മറ്റ് പല അജണ്ടകളുള്ളവർ തമ്മിലാവാം. പക്ഷേ ഈ പറയുന്ന ഇൻഫർമേഷൻ മാനിപ്പുലേഷൻ ഒരു വാറിൻ്റെ ലെവലിലേക്ക് എത്തുന്നത് ഒബ്വിയസ്ലി രാഷ്ട്രങ്ങൾ തമ്മിലാവുമ്പോഴാണ്. സോ ദാറ്റ് ഈസ് ഓൾ. ഒരു സിമ്പിൾ ഡെഫിനേഷൻ അത്രയാണ്. സോ ഈ ഇൻഫർമേഷൻ വാറ് നമ്മൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിലാവുമ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഇൻവോൾവായി വരും. ലൈക്ക് അവിടെയാണ് ഇത് ആരാണ് ചെയ്യുന്നത്. സംഭവം ശരിയാണ്, രാഷ്ട്രങ്ങൾ തമ്മിലാണ് ഇത് വരുന്നത്. പക്ഷേ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഇത് ആര് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ഇക്കോസിസ്റ്റം മറ്റൊരു ഇക്കോസിസ്റ്റത്തിന് ഒരു പരിധിയുടെ അപ്പുറത്ത് വളരാൻ അനുവദിക്കില്ല. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇപ്പോൾ ഒരു US ഇക്കോസിസ്റ്റം ആണെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ചൈനയായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടായിരിക്കും. ചൈനയാണെന്നുണ്ടെന്ന് വെച്ചാൽ വേറെ ഇക്കോസിസ്റ്റമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അതുപോലെ ഇന്ത്യ ഇപ്പോൾ വളർന്നു വരുന്നൊരു ശക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടേതായിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം വരും. ആ ഇക്കോസിസ്റ്റം വന്നു കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ പല താല്പര്യങ്ങൾക്കും വിഘാതമായിരിക്കും. അപ്പം ഇത് മുളയിലേ നുള്ള എന്നുള്ളൊരു അജണ്ടയാണ് ഈ എക്സിസ്റ്റിംഗ് ഇക്കോസിസ്റ്റങ്ങൾക്കുള്ളത്. അപ്പോൾ അതാണ് ഒരു ഒബ്വിയസ് റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ടും ഒരു സ്ഥിരതയുള്ള ഒരു ശക്തനായ ഭരണാധികാരിയുള്ള ഒരു സർക്കാർ വരുന്നു ഒരു രാജ്യത്തുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന് വളർച്ച ഉണ്ടാകാനും സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ വലിയൊരു ശക്തിയാകാനും സാധ്യത. പ്രധാനമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളൊരു രാജ്യമാണ്. നമുക്ക് അത്രത്തോളം ജനസംഖ്യയുണ്ട്, അത്രത്തോളം വിഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാജ്യം നല്ലൊരു സ്ഥിരതയാർന്ന സർക്കാർ ഉണ്ടെങ്കിൽ ഉയർന്നു പോകും എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചൈനയായാലും അമേരിക്കയായാലും അവരുടേതായ താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ച അവരെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ പറയുന്നതൊന്നും രാഹുൽ ഗാന്ധിയുടെ സ്വന്തമല്ല എന്നും അദ്ദേഹത്തെ കൊണ്ട് ആരൊക്കെയോ പറയിപ്പിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ടെന്നും പറയുന്നത് ശരിയാണോ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, അങ്ങനെ സംശയിക്കാനുള്ള കാരണം ഇദ്ദേഹം ഈ ഇലക്ഷൻ സമയത്ത് പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒരുമാതിരി എല്ലാ അജണ്ടകളും അല്ലെങ്കിൽ ഒരുപാടെല്ലാം മുദ്രാവാക്യങ്ങളും ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ് എന്നുള്ളതിൻ്റെ ട്രെയിൽ അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ന്യായ് പദ്ധതി, ഫ്രീ ബീസ് കൊടുക്കുന്നു. ഈ ഫ്രീ ബി പൊളിറ്റിക്സ് വരുന്നത് അഭിജിത്ത് ബാനർജിയുടെ US NGO വഴിയാണ്. അവരാണ് അതിൻ്റെ ഉപജ്ഞാതാക്കൾ. ജാതി സെൻസസ് വരുന്നു, അതിൻ്റെ ഉപജ്ഞാതാക്കൾ ക്രിസ്റ്റഫർ ജെഫ്രലോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയനാണ്, ഇൻഡോളജിസ്റ്റാണ് പുള്ളി. സോ ഈ ഇതുപോലെ ഓരോ പദ്ധതികളുടെയും ഒരു എന്താ പറയുക, അതിൻ്റെ പുറകിലുള്ള തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. സോ ഈ ഒരു പോയിന്റ് മതിയല്ലോ ഈ പറയുന്ന അജണ്ടകൾ പുറത്തുനിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.